പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 മാർച്ച് മാസം ആമേൻ 8-ാം തീയതി ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗ്ഗ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കൈകളെയൊക്കെ ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനോട് നന്ദി പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. നോർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നടത്തിയത്. അതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് കരങ്ങൾ ഉയർത്തി കർത്താവിനോട് പറയാം നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ആമേൻ നമ്മളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് നമ്മളെ കൈപിടിച്ച് നടത്തുന്നത് കണ്ടുകൊണ്ട്, ആമേൻ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നത് കണ്ടുകൊണ്ട്, ആമേൻ ആമേൻ തൻ്റെ ചെറുകിൻ്റെ മറവിൽ നമ്മളെ മറച്ചിരിക്കുന്നത് കണ്ടുകൊണ്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട് നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം. കർത്താവ് നല്ലവനാകുന്നു. കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. വീണ്ടും പറഞ്ഞാട്ട് എൻ്റെ കർത്താവ് നല്ലവനാകുന്നു. കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന് നന്ദി പറയാം. അല്പസമയം എല്ലാവരും കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം. സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണല്ലോ പറഞ്ഞത്. സങ്കീർത്തനം അതിൻ്റെ 66-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞു, സർവ്വഭൂമിയുമായുള്ളവയെ ദൈവത്തിന് ഘോഷിപ്പീൻ. ആമേൻ. സർവ്വഭൂമിയുമായുള്ളവ എന്ത് ചെയ്യാൻ? ദൈവത്തിന് ഘോഷിപ്പീൻ. കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വം കീർത്തിപ്പീൻ. കർത്താവിൻ്റെ സ്തുതി മഹത്വീകരിപ്പീൻ. കർത്താവിൻ്റെ പ്രവൃത്തികൾ എത്ര ഭയങ്കരം. കർത്താവിൻ്റെ ശക്തിയുടെ വലിപ്പത്താൽ ശത്രുക്കൾ ആമേൻ കർത്താവിനെ കീഴടങ്ങും. 4-ാം വാക്യം പറയുന്നത്, സർവ്വഭൂമിയും കർത്താവിനെ നമസ്കരിച്ച് പാടും, അവർ അങ്ങയുടെ നാമത്തിന് കീർത്തനം പാടും എന്നിങ്ങനെ ദൈവത്തോട് പറവീൻ. 20-ാമത്തെ വാക്യം, എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതെ തൻ്റെ ദയ എങ്കിൽ നിന്ന് എടുത്തു കളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആ വാക്യം എല്ലാവരും ചേർന്നെന്ന് പറഞ്ഞ്, എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തൻ്റെ ദയ എങ്കിൽ നിന്ന് എടുത്തു കളയാതെയും ഇരിക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചു പ്രാർത്ഥനയിൽ ഏകാഗ്രപ്പെട്ടാണ്. ഹല്ലേലൂയ. താങ്ക് യു ഹോളി. പ്രാർത്ഥന എന്ന് പറയുന്നത് നമുക്ക് ലഭിച്ച വലിയൊരു പദവിയാണ്. ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ, ആ ഫെലോഷിപ്പിലേക്ക് വരുവാൻ കർത്താവ് തന്നിരിക്കുന്ന വലിയൊരു പദവിയാണ്. അപ്പം ആ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗ പിതാവേ, ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വീണ്ടും അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് നല്ലവനാകുന്നു. സ്തോത്രം. അങ്ങ് വിശ്വസ്ത ദൈവമാകുന്നു. സ്തോത്രം. അങ്ങ് മാറാത്ത ദൈവമാകുന്നു. സ്തോത്രം. അപ്പോൾ അങ്ങ് പ്രാർത്ഥന കേൾക്കുന്നവനാകിയാൽ സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന തള്ളിക്കളയാത്ത കർത്താവാകിയാൽ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ പൊന്നുകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്നവരെ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. അപ്പോൾ ഈ പ്രഭാതത്തിൽ എല്ലാ രോഗികളും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് ശാരീരികമായ വേദനകൾ, ആമേൻ, അസഹനീയമായ വേദനയാൽ ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവേ, ഞങ്ങൾ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. വേദനകൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സ്റ്റോപ്പാകട്ടെ. അത്ഭുതകരമായ സൗഖ്യം ആമേൻ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. അങ്ങ് സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ഓ താങ്ക് യു ജീസസ്. അങ്ങ് സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ആമേൻ. ആ വേദനയുടെ കാരണം എന്തു തന്നെയാണെങ്കിലും, ഏത് രോഗമാണെങ്കിലും ഇപ്പോൾ ഞങ്ങൾ അതിനെ ശാസിക്കുന്നു. യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ വേദനകൾ ആ ശരീരത്തു നിന്ന് വിട്ടുമാറട്ടെ. അത് അകത്തോ പുറത്തോ ഉള്ള വേദനയാണെങ്കിൽ ഇപ്പോൾ തന്നെ അതിനകത്തുനിന്ന് തൻ്റെ കുഞ്ഞുങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പുറത്തു വരട്ടെ. അതുപോലെ കർത്താവെ, സാമ്പത്തികമായ എല്ലാ ആവശ്യങ്ങളുടെ മേലും ഒരു ദൈവിക ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവെ, മനുഷ്യൻ സഹായിക്കുന്നതിന് ലിമിറ്റുണ്ട്. എന്നാൽ ഒരുവനെ ദൈവം സഹായിച്ചാൽ അത് അൺലിമിറ്റഡാണ്. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു അസാധാരണമായ സ്വർഗീയ സഹായം തൻ്റെ മക്കളുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെടട്ടെ. അതുപോലെ ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായി ബുദ്ധിമുട്ടിലൂടെ പോകുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്യണം. പ്രത്യേകിച്ച് കർത്താവെ, ഈ പ്രത്യേകമായ സാഹചര്യങ്ങളിലൊക്കെ കർത്താവിൻ്റെ പ്രത്യേക പ്രൊട്ടക്ഷൻ തൻ്റെ കുഞ്ഞുങ്ങൾക്കുണ്ടാകണം. ആമേൻ ആമേൻ. തൻ്റെ വചനം പറയുന്നല്ലോ, കർത്താവെ, അങ്ങിൽ ആശ്രയിക്കുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകത്തില്ലെന്ന്. കർത്താവെ, അങ്ങിൽ ആശ്രയിച്ച് കുലുങ്ങിപ്പോകാതെ ജയകരമായി ജീവിപ്പാൻ തൻ്റെ മക്കളെ സഹായിക്കണം. പ്രത്യേകിച്ച് എക്സാംസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അവരെ ബ്ലെസ് ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപ അവരുടെ എക്സാംസിൽ ഉണ്ടാകട്ടെ. കർത്താവ് അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്തൃ ദിവസമാണല്ലോ. ലോകത്തെമ്പാടും ആരാധന ഉയരുമ്പോൾ പരിശുദ്ധാത്മാവിന് വലിയ മഴ പെയ്യണമേ.
സ്വർഗത്തിൽ നിന്നും പരിശുദ്ധാത്മാവിൻ്റെ മഴ ഇന്ന് ഭൂമിയിലേക്ക് അസാധാരണമായിട്ട് പെയ്യുന്ന ഒരു ദിവസമായി മാറട്ടെ. ആമേൻ. ആത്മമഴ പെയ്യുന്ന ദിവസമായി മാറട്ടെ. എല്ലാ സഭാ ഹോളുകൾക്കകത്തും ആത്മമാരി പെയ്തിറങ്ങട്ടെ, മഹത്വം പെയ്തിറങ്ങട്ടെ, അസാധാരണമായ ആത്മപ്രവാഹം ഈ കർത്തൃ ദിവസത്തിൽ ഉണ്ടാകട്ടെ, ഉണർവുണ്ടാകട്ടെ, ആരാധന ഏറ്റവും മഹത്തരമായി തീരട്ടെ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ആത്മാവ് ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും അസാധാരണമായ സമാധാനവും നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുവദിക്കുന്ന പക്ഷം നാളെ രാത്രി ഇന്ത്യൻ സമയം ആമേൻ 9 മണിയോടുകൂടെ നമ്മുടെ സ്പെഷ്യൽ മീറ്റിംഗ് ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ കടന്നു വരിക. നാളെ രാത്രി ഇന്ത്യൻ സമയം 9 മണിയോടുകൂടി നമ്മുടെ സ്പെഷ്യൽ പ്രയർ ഉണ്ടാകും. പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചിട്ട് പങ്കെടുക്കണം. ആമേൻ. ഇപ്പോഴേ നിങ്ങൾ പ്രാർത്ഥിച്ച് തുടങ്ങിക്കോണം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിച്ച് ഇന്ന് വീണ്ടും ദൈവവചനവുമായിട്ടുള്ള ബന്ധത്തിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ടതുപോലെ ഇന്ന് വീണ്ടും ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവിടെ പറയുന്നു, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമാകേണ്ടതിന് എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കും. ലോകത്തിൽ എങ്ങനെ പ്രകാശിക്കുന്നു? ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. അവൻ ഓരോ വ്യക്തികളും ഓരോ ദൈവമക്കളും വീണ്ടും ജന്മം പ്രാപിച്ച ദൈവത്തിൻ്റെ മക്കൾ. അത് കൃപയാലാണ് വീണ്ടും ജന്മം ലഭിച്ചത്. അത് നമുക്ക് സ്വർഗത്തിൽ നിന്ന് ലഭിച്ച ദാനമായിരുന്നു വീണ്ടും ജനനമെന്ന് പറയുന്നത്. അതിന് നമ്മളൊന്നും ചെയ്തില്ല, നമ്മൾ വിശ്വസിക്കുക മാത്രമാണ് നമ്മൾ ചെയ്തത്. വീണ്ടും ജന്മം സംഭവിച്ചത് വിശ്വാസത്താലാണ്. എന്നാൽ വീണ്ടും ജന്മം പ്രാപിച്ച നമ്മളോട് പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് വീണ്ടും ജന്മം പ്രാപിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ആലോചനകളാണിത്. അതായത് യേശുവിനെ നമ്മുടെ കർത്താവായി നമ്മൾ സ്വീകരിച്ചു. ഇനി ആ വചനത്തെ അനുസരിച്ച് ആക്റ്റീവായിട്ട് ഒബീഡിയൻ്റായിട്ട് ദൈവവചനത്തിനെ അനുസരിച്ച് ദിനം പ്രതി നമ്മുടെ ജീവിതത്തിലെ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ കാണിച്ചു കൊടുക്കണം. ഇപ്പോൾ ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടു എന്നെല്ലാവരോടും പറയേണ്ട ആവശ്യമില്ല. എൻ്റെ ഉള്ളിൽ യേശു ഉണ്ട് എന്ന് പറയേണ്ട ആവശ്യമില്ല. അനുദിനം നമ്മുടെ ജീവിതത്തിൽ ആ മാറ്റം വരുമ്പോൾ ആളുകൾക്ക് മനസ്സിലാകും. അപ്പം സാൽവേഷൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത്, രക്ഷയുടെ പ്രൂഫ് എന്ന് പറഞ്ഞ രൂപാന്തരമാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു രൂപാന്തരമാണ്. ഇപ്പോൾ ഒരു സഹോദരി ഗർഭം ധരിച്ചു കഴിയുമ്പോൾ ഞാൻ ഗർഭം ധരിച്ചിരിക്കുന്നു എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. അവരെ കാണുമ്പോൾ കുറേ 1-2-3 മാസങ്ങൾ കഴിയുമ്പോൾ ആളുകൾക്ക് മനസ്സിലാകും അവർ ഗർഭം ധരിച്ചിട്ടുണ്ട്. അവരുടെ ശരീരത്തിൽ ആ മാറ്റം നമുക്ക് കാണുവാൻ കഴിയും. ഇതുപോലെ തന്നെയാണ് ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, ഞാൻ ആരാധിക്കുന്നുണ്ട്, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയേണ്ട ആവശ്യമില്ല. ദിവസം തോറും നമ്മളിൽ ഉണ്ടാകുന്ന രൂപാന്തരം കാണുമ്പോൾ ആളുകൾക്ക് മനസ്സിലാകും, ലോകത്തിന് മനസ്സിലാകും നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്. ആമേൻ. കർത്താവിനെ വെളിപ്പെടുത്തുന്നവരായി മാറുന്നു എന്ന് നമുക്ക് മനസ്സിലാകാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുക, നമ്മുടെ ജീവിതമെന്ന് പറയുന്നത് യേശുവിനെ വെളിപ്പെടുത്തുന്ന ജീവിതമായിരിക്കണം. നമ്മളിലൂടെ ക്രിസ്തു ദിനം പ്രതി മാനിഫെസ്റ്റഡ് ആയിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. അപ്പം നമ്മളെ കർത്താവിനെ നമ്മളെ അനുദിനം നമ്മളെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അതായത് നമ്മളെ ആരെങ്കിലും കാണുന്നുണ്ടോ, ആരെങ്കിലും കാണുന്നില്ലയോ, ആരെങ്കിലും നമ്മളെ സൂപ്പർവൈസറായിട്ടുണ്ടോ, ഇതൊന്നും വിഷയമല്ല. യേശു ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ദിവസം തോറും നമ്മുടെ ജീവിതത്തിന് എന്തു മാറ്റം വരിക. നമ്മൾ ദൈവവചനപ്രകാരം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുക, നമ്മളിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതാണ് പരിശുദ്ധാത്മാവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ ലോക ജീവിതത്തിൽ നമ്മളായിരിക്കും. അതായത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. അവൻ്റെ പഴയതെല്ലാം കഴിഞ്ഞുപോയി. അപ്പം അവൻ്റെ ചിന്ത പുതിയതായി, അവൻ്റെ പ്രവൃത്തി, അവൻ്റെ ബിഹേവിയർ പുതിയതായി, അവൻ്റെ ലൈഫ് സ്റ്റൈൽ പുതിയതായി, എല്ലാം തന്നെ പുതിയതായി. ട്രാൻസ്ഫോർമേഷൻ ഈസ് ദ പ്രൂഫ് ദാറ്റ് സാൽവേഷൻ ഈസ് റിയൽ. ആമേൻ. അതാണ് ഈ ദിവസങ്ങളിൽ വെളിപ്പെടേണ്ടത്. സോ നമ്മുടെ ജീവിതത്തെ എന്ത് മാറ്റണം? വചനം നമ്മുടെ ജീവിതത്തെ മാറ്റിക്കൊണ്ടിരിക്കണം. ആമേൻ. വചനം കൊണ്ട് നമ്മുടെ ജീവിതം പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കണം. ആമേൻ. ഓരോ ദിവസവും. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിന് തെളിവ് പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ആരാധിക്കുന്നു, ചർച്ചിൽ എല്ലാ ആഴ്ചയും പോകുന്നു എന്നുള്ളത് മാത്രമല്ല. രക്ഷിക്കപ്പെടുന്നവർ പ്രാർത്ഥിക്കണം, ആരാധിക്കണം, ചർച്ചിൽ പോകണം. അതല്ല പ്രൂഫ് എന്ന് പറയുന്നത് നമ്മുടെ വീടിനകത്തും
വീടിന് പുറത്തും ആമേൻ നമ്മുടെ ഏത് സാഹചര്യങ്ങളും, ഇപ്പം വീടിനകത്താണെങ്കിലും നമ്മൾ കാണിക്കുന്നത് എന്തുവാ? നമ്മുടെ ജീവിതത്തിൽ ആ ദയയും കരുണയും വിശ്വസ്തതയും ആത്മാർത്ഥതയും ഒക്കെ നമ്മൾ വീടിനകത്ത് കാണിക്കുന്നു. മറ്റുള്ളവരോട് ക്ഷമിക്കുന്നു, മറ്റുള്ളവരോട് പൊറുക്കുന്നു. നമ്മുടെ ജോലി ചെയ്യുന്നിടത്ത് നമ്മൾ വിശ്വസ്തരായി മാറുന്നു. ഇതുവരെ അവിശ്വസ്തരായിരുന്ന നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തത കാണാൻ തുടങ്ങി. ആമേൻ. മനുഷ്യൻ നമ്മളെ കാണുന്നുണ്ടോ ഇല്ലയോ, നമ്മൾ ദൈവത്തിൽ നിന്നും ജോലി ചെയ്യുവാൻ തുടങ്ങി. ആമേൻ. ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് വരുമ്പോൾ, ക്രൈസിസ് വരുമ്പോൾ നമ്മൾ പണ്ട് ബിഹേവ് ചെയ്തതുപോലല്ല ഇപ്പം ബിഹേവ് ചെയ്ത്. നമ്മൾ അവിടെ എന്ത് ചെയ്തു? അവിടെ നമ്മൾ കംപ്ലൈൻറ്റിങ് ഇല്ലാതെ ദൈവത്തിൽ ആശ്രയിച്ച് അവിടെ പ്രത്യേകതകൾ, ദൈവികമായ മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ തുടങ്ങി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്താ ഇവിടെ ഫിലിപ്പിയ ലേഖനം നമ്മളെ വായിച്ചത്? ആമേൻ. ചുറ്റും ഇരുട്ടൊക്കെ ആണെങ്കിലും അവരുടെ ഇടയിൽ നിങ്ങൾ ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കുന്നു. ലോകത്തിൽ ആരെ പോലെ പ്രകാശിക്കുന്നു? ജ്യോതിസ്സുകളെ പോലെ നമ്മൾ പ്രകാശിക്കുക. നമ്മൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് നമ്മൾ. ആമേൻ. അപ്പം എന്തായിത്തീരണം? നമ്മളിലൂടെ ആ വെളിച്ചം വെളിപ്പെടണം. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. ഒരു ചെറിയ മെഴുകുതിരിക്ക് പോലും ആമേൻ അവിടുത്തെ ആ മെഴുകുതിരി കത്തിച്ച് വെച്ചിരിക്കുന്നിടത്തെ അറ്റ്മോസ്ഫിയറിനെ ചേഞ്ച് ചെയ്യാൻ കഴിയും. അതുപോലെ നമ്മളിൽ ക്രിസ്തു വന്ന് വെളിപ്പെട്ട് കഴിഞ്ഞാൽ, ക്രിസ്തു നമ്മളിൽ ഉരുവായി കഴിഞ്ഞാൽ നമ്മളിലൂടെ സാഹചര്യങ്ങൾ മാറാൻ തുടങ്ങും. അറ്റ്മോസ്ഫിയറുകളെ ചേഞ്ച് ചെയ്യാൻ നമുക്ക് പറ്റും. അതുകൊണ്ട് ഇപ്പം ഒരു മാംഗോ ട്രീ, ഇപ്പം വേറൊരു ഉദാഹരണം പറഞ്ഞാൽ ആമേൻ, ഇപ്പോൾ ഒരാൾ പറയുക ഇതൊരു മാങ്ങ മരമാണ്, മാവാണ്. ആമേൻ. പക്ഷെ അത് മാങ്ങ വളരുന്നില്ലെങ്കിൽ ആർക്കും ഒരു സംശയം തോന്നും, ഇല്ലേ? മാങ്ങയാണോ ഇനി ഇതുണ്ട്? നമ്മൾ പറയാം ഇത് മാവാണെന്ന് പറയുക. പക്ഷേ ഇത് എന്തില്ല? മാങ്ങയില്ല. പക്ഷേ അത് മാങ്ങ ഉണ്ടായിത്തുടങ്ങുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും ഇതെന്താണ്? ഇത് മാവാണ്. ഇതുപോലാണ് സാൽവേഷൻ ഈസ് എ ട്രീ. രക്ഷ എന്ന് പറയുന്നൊരു വൃക്ഷമാണ്. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു ഫ്രൂട്ടാണ്. അപ്പം നമ്മൾ ഫലമില്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ രക്ഷ എല്ലാവരും സംശയത്തിലേക്ക് വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയാം, നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ നമ്മൾ എന്തുണ്ടാകണം? ഫലം കായ്ച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെ ഫലം കായ്ക്കും? നമ്മൾ വചനം കൊണ്ട് നമ്മളെ എപ്പോഴും ശുദ്ധീകരിക്കുകയും വചനം നമ്മുടെ ജീവിതത്തിൽ അനുദിനം നമ്മൾ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ആ വചനം നമ്മളോട് വെളിപ്പെടാൻ തുടങ്ങും. നമ്മുടെ ഹൃദയത്തെ, ചിന്തകളെ നമ്മൾ നിയന്ത്രിക്കണം. അതിനെ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലേക്ക് തുടരണം. പരിശുദ്ധാത്മാവുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിട്ട് നിൽക്കണം. ചെറിയ കാര്യം പോലും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ദൈവവചനം പറയുന്നത് ഇന്നലെ നമ്മൾ കേട്ടു. ചെറിയ കാര്യം പോലും എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ വ്യത്യസ്തരായിത്തീരും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ വിശ്വാസിയാണെന്ന് നമ്മൾ പറയുകയല്ല, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുകയല്ല. നമ്മളിലൂടെ ഫലം കാണുമ്പോൾ മറ്റുള്ളവർ പറയണം, ഇവൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന വ്യക്തിയാണ്, ശിഷ്യനാണ് എന്ന് വെളിപ്പെടട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ഈ ശബ്ദം കേട്ട എല്ലാവരും അവരവരായിരിക്കുന്നിടത്ത് ജ്യോതിസ്സുകളായി, ലൈറ്റായി, വെളിച്ചമായി പ്രകാശിക്കുവാൻ കർത്താവ് സഹായിക്കണം. ട്രാൻസ്ഫോർമേഷൻ കർത്താവെ ഞങ്ങളെല്ലാവരിലും ഉണ്ടാകട്ടെ. സ്വഭാവ രൂപവൽക്കരണം സംഭവിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കരങ്ങളെ ഉയർത്തി എന്നോട് ചേർന്ന് പറ, എൻ്റെ തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും, നന്മയും കാരണം എൻ്റെ ആയുഷ്കാലമൊക്കെയും പിന്തുടരും. ആമേൻ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. പറഞ്ഞാൽ വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.